ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ്. സാധാരണയായിട്ട് നമ്മുടെ ലിവറിൽ കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ടാവുമല്ലേ. എന്നാൽ ലിവറിൻ്റെ ആകെ ഭാരത്തിൻ്റെ 5 മുതൽ 10% വരെ കൊഴുപ്പ് നിറയുന്ന അവസ്ഥ, അതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ഫാറ്റി ലിവർ ഉണ്ട്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ, 2 നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ആൽക്കഹോളിന്റെ അമിത ഉപയോഗം, അതായത് മദ്യം വളരെയധികം കഴിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഫാറ്റി ലിവർ. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് മദ്യം കൊണ്ടല്ലാതെ, അതായത് ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ടല്ലാതെ നമ്മുടെ ജീവിതശൈലി കാരണവും അല്ലെങ്കിൽ നമ്മുടെ പൊണ്ണത്തടി കാരണവും പ്രമേഹം കാരണവും ഒക്കെ നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള ഫാറ്റി ലിവറിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഏപ്രിൽ 19 വേൾഡ് ലിവർ ഡേ ആണെന്ന് നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു വേദിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞത് പ്രകാരം ഹൈദരാബാദ് എന്ന സിറ്റിയിൽ താമസിക്കുന്ന IT പ്രൊഫഷണൽസിൽ 84% ആളുകൾക്കും ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗം ഉണ്ട്. ഫാറ്റി ലിവറും അതുപോലെ ലിവറുമായി ബന്ധപ്പെട്ട മറ്റു രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിത ശൈലിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെയും അതേപോലെ വ്യായാമം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെയും പറ്റിയിട്ട് ഇതേ വേദിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും സംസാരിക്കുകയുണ്ടായി. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗം സൈലന്റ് കില്ലർ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ വളരെ അപകടകരമായ അവസ്ഥയിലെത്തിയാൽ മാത്രമേ ഈ രോഗത്തിന് സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കൂ. ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും തന്നെ ഒരു രീതിയിലുള്ള സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗം ശ്രദ്ധിക്കാതെ വെച്ചാൽ അത് ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിനും ഫൈബ്രോസിസ്, സിറോസിസ്, ക്യാൻസർ എന്ന് പറയുന്ന വളരെ അപകടകരമായ ലിവർ രോഗങ്ങൾ ഉണ്ടാവുന്നതിനും കാരണമാവുന്നു. നമ്മൾ ദിവസവും 3-4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ. നമ്മൾ ശരിക്കും എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ ചെലവാക്കുന്ന ഊർജത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഈ കഴിക്കുന്ന ഭക്ഷണം കൂടിയാലും പ്രശ്നവും കുറഞ്ഞാലും പ്രശ്നവും. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ദിവസേന ആവശ്യമുള്ള ഊർജത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഈ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുന്നത്. ഈ പ്രശ്നം 2 രീതിയിൽ നമുക്ക് പരിഹരിക്കാം. ഒന്നുകിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ഭക്ഷണം കഴിക്കുക, അതിനനുസരിച്ച് ദിവസേന നമ്മൾ അത്രയും ഊർജം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ബേൺ ചെയ്യുക. അതിന് നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, നീന്താൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ നീന്താം, അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ച് ദിവസവും നടക്കാം, ഓടാം, എന്തും ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മൾ ചെലവാക്കുന്ന എനർജിയുടെ അളവിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൺട്രോൾ ചെയ്യുക. കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, പഞ്ചസാര കൂടുതൽ കഴിക്കുന്നത്, അതേപോലെ ആൽക്കഹോൾ കൂടുതൽ കഴിക്കുന്നത്, ശരീരത്തിന്റെ മെറ്റബോളിസം സ്ലോ ആവുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാവുന്നുണ്ട്. ഈ കൊഴുപ്പ് ഒരു അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ലിവർ പണിമുടക്കാൻ തുടങ്ങും. നമുക്കിനി ലിവർ ഡാമേജിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാം തുടങ്ങുന്നത് ആവശ്യത്തെ കൂടുതൽ ഫാറ്റ് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ്. ആദ്യത്തെ സ്റ്റേജ്, അതായത് ഫാറ്റി ലിവർ അഥവാ സിമ്പിൾ സീറ്റോസിസ് എന്ന് പറയുന്നു. ഈ സ്റ്റേജിന്റെ പ്രത്യേകത, അളവിൽ കൂടുതൽ ഫാറ്റ് നമ്മുടെ ലിവറിലുണ്ട്, പക്ഷെ നമ്മുടെ ജീവിതശൈലിയിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജ് നാഷ് അഥവാ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് ഇങ്ങനെ നമ്മുടെ ലിവറിൽ വളരെയധികം ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രമല്ല ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് ലിവറിൽ വീക്കം വന്നിട്ടുണ്ട്. ഈ അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫൈബ്രോസിസ്, അതായത് അളവിൽ കൂടുതൽ ഫാറ്റ് ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, മാത്രമല്ല ലിവറിന് നല്ല ഇൻഫ്ലമേഷൻ, അതായത് വീക്കും ഉണ്ട്. അവിടെ തീർന്നില്ല, ഈ പ്രശ്നങ്ങൾ കാരണം ലിവറിൽ സ്കാർസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതായത് ചീന്തലുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ സ്റ്റേജിൽ ലിവർ സ്റ്റിൽ ഫങ്ഷനിങ് ആയിരിക്കും, പക്ഷെ ലിവറിലെ കോശങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നാലാമത്തെ സ്റ്റേജ്, അത് ലിവർ സിറോസിസ് എന്ന് പറയാം. ലിവറിൽ ഇങ്ങനെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ലിവറിന് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ വന്ന് വളരെയധികം സ്കാർസ് ഒക്കെ വന്നിട്ട്
ലിവർ ഏകദേശം പ്രവർത്തനം നിലച്ചില്ല എന്നുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ലിവറിൽ ക്യാൻസർ വന്നു തുടങ്ങി എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതിനെയാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. ഈ 4ാമത്തെ സ്റ്റേജിലെത്തിയാൽ ലിവറിൻ്റെ ഈ അസുഖം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദാക്കാൻ സാധിക്കില്ല. പോസിബിളായ കേസസിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്താൽ ചിലപ്പോൾ ആൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ലിവർ ഫങ്ഷനിങ് നിൽക്കുന്നത് വരെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മക്കളെ, വെറുതെ പഞ്ചസാരയും ഭക്ഷണമൊക്കെ വാരി വലിച്ച് കഴിച്ച് രോഗം വരുത്തി വെക്കാൻ നിൽക്കണ്ട. ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചോളൂ, പക്ഷെ ആവശ്യമായ അളവിൽ മാത്രം കഴിക്കുക. അതേപോലെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിൻ്റെ തീവ്രത കൂട്ടുക. നല്ല രീതിയിൽ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, സൈക്ലിംഗ് ചെയ്യുക, ഓടുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ ഫാറ്റ് കുറക്കാൻ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.